ഇവിടുന്ന് ഇങ്ങോട്ട് വരും, പാലക്കാടിലേക്ക് പോവാണ്. ലോറി ഇവിടുന്ന് വരുന്നു, ലോറി അവിടെ കണ്ണൂരിലേക്ക് പോവാണ്, കല്ലെടുക്കാൻ വേണ്ടി പോവല്ലേ, അങ്ങനെയുള്ള ലോറിയാണ്. മായല്ലേ, ചെറിയ മായല്ലേ, ഇടിച്ച് ഇത് ക്രോസായിട്ട് 2 വണ്ടി ക്രോസായിട്ട് നിൽക്കുന്നത്. പിന്നെ ഫാമിലി മാത്രമേ ഉള്ളൂ ഇതിൽ, ഡ്രൈവർ മാത്രമേ ഉള്ളൂ ഇത് ആണായിട്ടുള്ളത്, ബാക്കിയൊക്കെ ഫാമിലി അല്ലേ. ആ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു. നല്ല മഴ ഉണ്ട്. ഒരു 1:45 2 മണിയായിട്ടുണ്ട്. അപകടം സംഭവിച്ചു. സ്ലിപ്പായിട്ടുണ്ട്. നല്ല വണ്ടി, എയർപോർട്ട് റോഡല്ലേ, വണ്ടികളുണ്ട്, അത്യാവശ്യം വണ്ടികളുണ്ട്. രക്ഷാപ്രവർത്തനം നേരെ BM ഹോസ്പിറ്റലിലേക്കാണ്. പിന്നെ എന്ത് ചെയ്ത് ആദ്യം കാറിലിട്ട് കൊണ്ടുവന്നത് കുട്ടികളുടെ മക്കളൊക്കെ, പിന്നെയാണ് ആംബുലൻസ് കൊണ്ടുപോയത്. അങ്ങനെയാണ് ഉണ്ടായത്. 10-28 ആൾക്കാരുണ്ടായിരുന്നു തോന്നുന്നില്ലേ ട്രാവലർ. എല്ലാവർക്കും പരിക്കുണ്ട്. ആ ഭാഗത്തുള്ളവർക്ക് പരിക്കില്ലാത്തുള്ളൂ. പാവാണ്, ഒക്കെ പേടിച്ച് നിൽക്കല്ലേ, വലിച്ചെടുത്തിക്കല്ലേ, ഓടിക്കാണ്ട് നോക്കി. സ്ത്രീകളും കുട്ടികളാണ് കൂടുതലുണ്ടായിരുന്നത്. സ്ത്രീകളും കുട്ടികളും മാത്രമേ ഉള്ളൂ, ഏതേപോലെ രക്ഷിതാക്കളില്ല, ആണായിട്ടുള്ളൂ. ഈ ടിപ്പർ ലോറിയിൽ 3 പേരുണ്ടായിരുന്നു. 3 പേരുണ്ട്. അവർക്ക് ഡ്രൈവർക്ക് നല്ല പരിക്കുണ്ട്, അത്യാവശ്യം നല്ല പരിക്കുണ്ട്. മെഡിക്കൽ കോളേജ് ഉണ്ട്. രക്ഷാപ്രവർത്തനം നടത്തിയ സമയത്ത് നിങ്ങളുണ്ടായിരുന്നല്ലേ? രക്ഷാപ്രവർത്തനം പറഞ്ഞല്ലേ, വണ്ടിക്കാർ നമ്മളെല്ലാവരും. പിന്നെ അവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു, എല്ലാവരും നിർത്തി. ആംബുലൻസ് പെട്ടെന്ന് റോഡ് മൊത്തം റഷാണ്, മൊത്തം ബ്ലോക്കായിരുന്നു. വലിയ വണ്ടിയായിട്ട് ആ ടൈമിലൊക്കെ വലിയ വണ്ടിയിലാണ് പോകുന്നത്. പിന്നെന്താ, മക്കളാണ്. എന്ന് പറയുന്നത് അപകടം ഉണ്ടാകുന്ന മേഖലകളാണ്. സ്ട്രൈറ്റ് റോഡാണ്. അങ്ങനെ പൊതുവെ അപകടങ്ങൾ ഈ റൂട്ടിൽ അങ്ങനെ ഉണ്ടാവാറില്ല. ഇത് റോഡ് റഷ് കുറഞ്ഞ സമയത്ത് ചിലപ്പം വാഹനങ്ങൾ ചിലപ്പം സ്പീഡായതായിരിക്കാം, അല്ലെങ്കിൽ ആ സമയത്ത് മഴ ഉണ്ടായിരുന്നു. അപ്പം മഴ ചിലപ്പം കാരണമാവാനാണ് സാധ്യത. പൊതുവേ അങ്ങനെ ഒരു വലിയ സ്പീഡിൽ വാഹനങ്ങൾ പോകുന്നൊരു റൂട്ടൊന്നുമല്ല. എയർപോർട്ടിൻ്റെ ഒരു റഷ് ഉണ്ടാവാറുണ്ട്. അതല്ലാതെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉണ്ടാകാത്തൊരു റൂട്ടാണ്.